ഹായ് ഹലോ വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കൊരു ഹെയർ ബാൻഡ് മേക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക, എന്നാൽ മാത്രമേ ഈ ഒരു വീഡിയോ എങ്ങനെയാണ് ഈ ഒരു ഹെയർ ബാൻഡ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു ഗ്രീൻ കളറ് ഹെയർ ബാൻഡ് സാറ്റിൻ ബോയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അടുത്തായിട്ട് വരുന്ന ലീഫിൻ്റെ ലേസാണ്. ഇത് ഈ ഒരു ടൈപ്പാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ട്. പിന്നെ അടുത്തായിട്ട് ഇതുപോലത്തെ ഒരു ഫ്ലവറിൻ്റെ ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്ര ഐറ്റംസാണ് വേണ്ടത്. പിന്നെ ഇതിന് ഞാൻ ഉപയോഗിക്കുന്ന B7000 ഗ്ലൂ ആണ്. ആ ഗ്ലൂവും പിന്നെ ചെറിയൊരു സ്റ്റോണും ഉണ്ട്. അതിപ്പോൾ കാണിക്കാൻ വിട്ടുപോയതാണ്, പക്ഷെ ഞാനത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമ്മൾ ഈ ഒരു ഹെയർ ബാൻഡ് മേക്ക് ചെയ്യുന്നതിനായിട്ട് ആവശ്യമായിട്ട് വന്നിരിക്കുന്നത്. B7000 ഗ്ലൂ ആണ്, ഏറ്റവും നല്ല ഗ്ലൂ ആണ്. അപ്പം നമുക്ക് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, നമുക്ക് B7000 ഗ്ലൂ ആണ് ഏറ്റവും നല്ലതെന്നുള്ളത്. അപ്പോൾ ഇപ്പോഴും ഞാൻ അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ലീഫിൻ്റെ ലേസിൽ നമ്മൾ അകമ്പുറം ഉണ്ട് അതിൽ, അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഒരു കണക്കാക്കിയാണ് ഞാനിപ്പോൾ ഈ ഒരു ലേസ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ നമ്മളൊരു കുറച്ച് സ്ഥലം വിട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഹെയർ ബാൻഡ് വെക്കുമ്പോൾ അതിൻ്റെ ചെവി കുറവ് വരുമ്പോൾ നമുക്ക് അവിടെ വലിയ പണിയൊക്കെ ചെയ്തിട്ടൊരു കാര്യമില്ല, അത് നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഡെക്കറേഷൻ, അതായത് നമുക്ക് ഫ്ലവറൊക്കെ വെച്ച് കൊടുക്കുമ്പോഴായിരിക്കും കൂടുതൽ ഭംഗി. അപ്പം നമ്മൾ അതനുസരിച്ചിട്ടാണ് എല്ലാ ഹെയർ ബോ ചെയ്യുമ്പോഴും നമ്മളത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ആ ഒരു ലേസ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ നന്നായിട്ട് വളഞ്ഞോ, ചിലപ്പോൾ ഇത് പിരിഞ്ഞൊക്കെ കിടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ അങ്ങ് ഒട്ടിച്ചു പോകും, പിന്നീട് അത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ അതൊക്കെ മാറ്റി ഓരോ ലീഫിൻ്റെ അടുത്ത് ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കത് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുപോലെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചൊട്ടിച്ച് പോവാം. ഇപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം, ഏതൊരു തുടക്കക്കാർക്ക് പോലും, അല്ലെങ്കിൽ ഇതൊന്നും ക്രാഫ്റ്റിൻ്റെ കാര്യം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ അറിയാത്തവർക്ക് പോലും പെട്ടെന്ന് തന്നെ നമുക്കിത് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. കണ്ട് ഇതുപോലെ ഒരു ഗ്ലൂവും ഹെയർ ബാൻഡ് ഇത്ര ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അവരുടെ ഏത് ഡ്രസ്സിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നല്ല ഒരു സിമ്പിളായിട്ടുള്ളൊരു ഹെയർ ബാൻഡാണ്, നല്ല ഭംഗിയാണ്. ഞാനത് മേക്ക് ചെയ്ത് വരുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിലപ്പുറമാണിത്, നല്ലൊരു ഭംഗിയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടോ, പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ ഓരോന്ന് ഞാൻ ഒട്ടിച്ചു. അതിന് ശേഷം ഇനി നമുക്ക് ഇതുപോലെ നമ്മൾ എല്ലാ ഭാഗവും നന്നായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ലീഫിൻ്റെ അടുത്തായിട്ട് നമുക്കോരോ ഫ്ലവറിൻ്റെ ബീഡ്സ് ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കാം. പിന്നെ ലീഫ് വരുന്നതിൻ്റെ ആ ഭാഗത്തായിട്ട് തന്നെ നമുക്കോരോ ഫ്ലവർ ബീഡ്സും ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഏറെ ഭംഗിയാണ് കാണാൻ. കാരണം ആ ലീഫും ആ ഒരു ഫ്ലവറും കൂടെ അങ്ങനെ അടുത്ത് വരുമ്പോൾ വളരെ നല്ലതാണ് കാണാനായിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു 3 കളറ് ബീഡ്സ് മിക്സ്ഡായിട്ടാണ് ഒട്ടിച്ചു പോകുന്നത്. ഫസ്റ്റ് നമ്മളൊരു ഓറഞ്ച് ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ടൊരു പിങ്ക് കളറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതനുസരിച്ചുള്ളൂ. ഇപ്പോൾ ഞാനിതിങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് ഞാനിത് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഈ ഒരു ടൈപ്പ് ചിലപ്പോൾ ഒരു കളർ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്, ചിലപ്പോൾ 2 കളർ അല്ല അങ്ങനെയൊക്കെ കാണുള്ളായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു കളറുള്ളത് മാത്രം ഒട്ടിച്ചു പോയാലും നല്ല രസമാണ് കാണാൻ. അപ്പോൾ അതുപോലെ നമ്മൾ ഓരോന്നോരോന്നിട്ട് ആ ലീഫിൻ്റെ അടുത്ത് തന്നെ നമ്മൾ ഒട്ടിച്ചു പോകാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല ഒരു ഭംഗിയായിട്ടുള്ളൊരു ബോയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനത് പതുക്കെ മനസ്സിലാകുന്ന രീതിയിൽ തന്നെ ഞാനത് ഒട്ടിച്ചു പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു ബോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുക, അതൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഇടുക.
അപ്പോൾ എല്ലാവരുടെയും കമൻറ്റൊക്കെ ഞാൻ കാണുന്നു കേട്ടോ. ചില സമയം കുറവും കൊണ്ടും പിന്നെ നമുക്കിവിടെ മഴയൊക്കെ ആണെങ്കിൽ റേഞ്ചിൻ്റെ പ്രോബ്ലം ഉണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ആ മെസ്സേജൊക്കെ വന്നാലും നമ്മൾ റിപ്ലൈ തന്നാലും ലേറ്റായിട്ടാണ് നമ്മൾ ആ ഒരു റിപ്ലൈ ഒക്കെ പോകുന്നത്. അതൊക്കെ ഒരു വിഷയമായിട്ട് വരുന്നുണ്ട്. കാരണം മഴയൊക്കെയാണ്, റേഞ്ച് ഭയങ്കരമായിട്ട് മോശമാണ്. നമ്മൾ കോൾ വിളിച്ചാൽ പോലും കിട്ടത്തില്ല, അതുപോലത്തെ റേഞ്ച് ഇല്ല ഇവിടെ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോന്ന് ഒട്ടിച്ചൊട്ടിച്ചെടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും, അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലത്തെ ഒരു ഹെയർ ബാൻഡ് ഈസിയായിട്ട് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ മാലയുടെ മേക്കിങ് അതുപോലെ ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ വീഡിയോസാണ് അപ്ലോഡ് ചെയ്തിരുന്നത്. കാണാത്തവരുടെ കാണുക. ആ ഒരു വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട അതിൻ്റെ കമൻറ്റൊക്കെ അറിയിക്കുക. പിന്നെ അതിനകത്ത് എന്തെങ്കിലും പോരായ്മയോ ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെടാത്ത കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ നിങ്ങൾ കാണുമ്പോൾ കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളതൊക്കെ കമൻറ്റ് ബോക്സിലൊന്ന് ഇടുക. എന്നാലും എനിക്ക് അടുത്ത വീഡിയോയിൽ അതൊക്കെ ഒന്ന് മാറ്റി നല്ല രീതിയിലൊക്കെ വീഡിയോ എടുക്കാനും ആ മിസ്റ്റേക്കുകൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാനും സാധിക്കുമല്ലോ. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ഞാൻ ഈ ചെയ്ത വീഡിയോയ്ക്കകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം, അങ്ങനെയൊക്കെ ഓരോ അഭിപ്രായങ്ങളുണ്ടാകുമല്ലോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ എനിക്കതൊക്കെ മനസ്സിലാക്കി പിന്നെ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ അതൊക്കെ മാറ്റി നല്ല രീതിയിൽ തന്നെ വീഡിയോ എടുക്കാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കുക. അപ്പോൾ നമ്മൾ ഏകദേശം ഇത് ഒട്ടിച്ച് തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ സിമ്പിളായിട്ട് തന്നെ എല്ലാം നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഞാൻ പറഞ്ഞ ഈ ഒരു സ്റ്റോണാണ്, ചെറിയൊരു ഇതാണ്. ഇത് നമുക്ക് അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ആ ഒരു ഫ്ലവറിന് നല്ലൊരു തിളക്കം കിട്ടും. അതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു സ്റ്റോൺ, നിങ്ങളുടെ ചെറിയ സ്റ്റോണാണിത്, ഇതുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. കണ്ട, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ചിലരൊക്കെ വന്നോ ഇങ്ങനെ ഓർഡർ തരാമെന്നൊരു ഇങ്ങനെ എന്നോട് ചോദിക്കും, ബീഡ്സൊക്കെ ഒരു ബോയ്ക്ക് എത്ര എണ്ണം വേണം, അല്ലെങ്കിൽ ഒരു മാല ഉണ്ടാക്കാനായിട്ട് എത്ര ബീഡ്സ് വേണം എന്നൊക്കെ. അപ്പോൾ മാലയുടെ അളവൊന്നും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല, കാരണം കുഞ്ഞു പിള്ളേർക്കാണെങ്കിലും പല സൈസാണല്ലോ വരുന്നത്. അപ്പം അത് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഹെയർ ബോയിലാണെങ്കിൽ എങ്ങനെ എത്ര വരുമെന്നും എങ്ങനെയാണെന്നും ഒക്കെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അതൊക്കെ ഓരോരുത്തരുടെ സംശയം. പിന്നെ ചോദിക്കുന്നത്, നമ്മളൊരു ഹെയർ ബാൻഡ് ഉണ്ടാക്കിയാൽ അതിൻ്റെ വില എത്ര രൂപയ്ക്കാണ് നിങ്ങൾ കൊടുക്കുന്നത്? പക്ഷെ നമുക്കങ്ങനെ പറയാൻ പറ്റത്തില്ല, കാരണം എനിക്ക് കിട്ടുന്ന വിലയല്ല നിങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട്, നിങ്ങൾ പണിക്കൂലി, നിങ്ങളതിൽ എത്ര മണിക്കൂർ കഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങളുടെ പശ എത്ര എടുത്തിട്ടുണ്ട്, അതൊന്നും നമുക്കറിയത്തില്ല പറയാം. അപ്പോൾ നമ്മളൊരു വില ഇടുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കത് കുറവായിട്ട് വരും, ചിലപ്പോൾ അത് കൂടുതലായിട്ട് വരും. എങ്ങനെയാണെന്ന് നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളെന്താ ചെയ്യണം, നമുക്ക് വന്ന ചിലവും നമ്മുടെ വർക്കിനനുസരിച്ചുള്ള ഒരു ചെറിയൊരു പണിക്കൂലിയായിട്ട് നീക്കി വെച്ച് നമുക്ക് പശ എത്രത്തോളം വരുമെന്നൊക്കെ ഉള്ളത് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ വില നിശ്ചയിക്കാം. നമ്മൾ ഇത്ര രൂപ മറ്റുള്ളവർക്ക് നമ്മളോട് ഒന്നും ചോദിക്കാതെ പറ്റില്ല, കാരണം നമ്മൾ കഷ്ടപ്പെട്ടതിൻ്റെ ഒരു വിലയാണ് നമ്മൾ അതിലിടുന്നത്. അപ്പം നമുക്കതിനകത്ത് ആരും തെറ്റ് പറയാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഞാനൊരു ഹെയർ ബാൻഡ് ഉണ്ടാക്കി അതിൻ്റെ വില ഞാൻ തന്നെയാണ് നിശ്ചയിക്കുന്നത്. പലരും ചോദിക്കും, ഇതിന് ഇത്രയും വിലയുണ്ടോ അല്ലെങ്കിൽ അത്രയും വിലയുണ്ടോ? അതറിയാൻ വയ്യാത്തവരാണ് അതങ്ങനെ ചോദിക്കുന്നത്. അറിയുന്നവരാണെങ്കിൽ അതിൻ്റെ ആ മെറ്റീരിയലിന് ഇത്ര രൂപയാകും എന്നൊക്കെ. ഞാൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഫോം ഫ്ലവർ വെച്ചിട്ടുള്ള ഹെയർ ബാൻഡ് ഇങ്ങനെ സെയിലാക്കാൻ ചേരുന്നു. സെയിലാക്കി വെച്ചാൽ അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി. അപ്പോൾ വെച്ചാൽ ഒത്തിരി പേരൊക്കെ വാങ്ങിച്ചുകൊണ്ട് വെച്ചാൽ 1-2 പേരൊക്കെ പറയും, ഇതിന് ഇത്രയും വിലയുണ്ടോ? ഞാനതിന് 60 രൂപ അത്രയും കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ചിലരൊക്കെയാണ് അതിന് 80 അങ്ങനെ അത്രയും രൂപയ്ക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവർ ഇങ്ങനെ പറയും. അപ്പം അവരുടെ കൂട്ടത്തിൽ വന്ന ഒരാൾ തന്നെ ഇങ്ങോട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഇതിൻ്റെ ഈ ഒരു മെറ്റീരിയലിനൊക്കെ നല്ല വില വരുന്ന, പിന്നെ അത് അത്രയും കഷ്ടപ്പെട്ടതിൻ്റെ കൂടി ഇത് വലിയ വിലയായിട്ടൊന്നും ഞങ്ങൾക്ക് തോന്നിയില്ല. കടകളിലൊക്കെ കൊണ്ട് ചെല്ലുമ്പോൾ അറിയാം, ആ ഒരു
ഹെയർ ബാൻഡ് ഒരു 120 രൂപ അടുത്ത് വില വരും. കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾ പുറത്ത് പോയി വാങ്ങിക്കാത്തതുകൊണ്ടാണ് അതിൻ്റെ വില മനസ്സിലാക്കാത്തതെന്നൊക്കെ അവരങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. അതാണ് നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ നമ്മൾ തന്നെ വിലയിടുക. അപ്പോൾ അവരാരെന്തൊക്കെ പറഞ്ഞാലും അത് അവരുടെ അറിവുകേടാന്ന് മനസ്സിലാക്കുക. ആരെന്തൊക്കെ പറഞ്ഞാലും പക്ഷെ അത് അറിയുന്നവരും നമ്മുടെ ഈ സമൂഹത്തിലുണ്ട്. നമുക്ക് ആ ഒരു മെറ്റീരിയലിൻ്റെ വിലയും നമ്മളതിൽ കഷ്ടപ്പെടുന്നതിൻ്റെ അങ്ങനെ നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ ഒക്കെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ആ വരയിൽ പൊരുത്തപ്പെടുന്നവരും ഉണ്ട്. അപ്പോൾ നമ്മൾ ഏത് ഹെയർ ബാൻഡ് ഉണ്ടാക്കിയാലും അതിൻ്റെ നമ്മൾ വാങ്ങിച്ച വിലയും നമ്മുടെ പണിക്കൂലിയും ഗ്ലൂ ചിലവായതും ഒക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്കൊരു വില നിശ്ചയിച്ച് സെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒരു ഹെയർ ബാൻഡ് മേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഹെയർ ബാൻഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.